അടുത്ത ടോപ്പിക്ക് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷനാണ്. നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ച സാധനമാണ്. എന്താ റാഷണൽ നമ്പേഴ്സ്, അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നെല്ലാം പഠിച്ചതാണ്. സെയിം തിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ റാഷണൽ നമ്പേഴ്സ് നമുക്ക് 2 ടൈപ്പ് ഉണ്ടാകും. എന്തൊക്കെയാണ്? ടെർമിനേറ്റിംഗ് and non-terminating. Non-terminating and repeating. Rational numbers are 2 types. They are terminating and non-terminating and repeating. Okay. Terminating means, example പറയുവാണെങ്കിൽ 25/2 എത്ര കിട്ടും? 12.5 അല്ലേ? 12.5 അല്ലേ 25/2. ഇനി ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 12.5 ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പായി ഇല്ലേ? അതാണ് എന്ത്? ടെർമിനേറ്റിംഗ്. ദാറ്റ് വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ സം ഡെസിമൽ പോയിൻറ്റ്സ്. ദെൻ നോൺ ടെർമിനേറ്റിംഗ് മീൻസ് ഇപ്പോൾ 10/3 എടുത്തു. 10/3 എന്താ? 3.3.3333 പോയിക്കൊണ്ടിരിക്കും ഇല്ലേ? ദാറ്റ് മീൻസ് എന്താ? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ടെർമിനേറ്റ് ചെയ്യുന്നുമില്ല, ഇറ്റ് വിൽ റിപ്പീറ്റിംഗ് ഓൾസോ. ഓക്കെ, അതാണ് റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് 2 ടൈപ്പാണ്, ടെർമിനേറ്റിംഗ് ആൻഡ് നെക്സ്റ്റ് എന്താ? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. റാഷണൽ നമ്പറിൻ്റെ എന്ത് ഫോമാണത്? റാഷണൽ നമ്പേഴ്സ് എല്ലാം p/q ഫോം ആയിരിക്കും. അറിയാലോ, 1/2 2/3 എന്നൊക്കെ പറയുന്ന q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള എക്സാമ്പിളാണ്. 0.375 ഇതിനെ എങ്ങനെ നമുക്കൊരു റാഷണൽ നമ്പറാക്കി മാറ്റാം? ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് അല്ലേ ഉള്ളത്, അതുകൊണ്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം? 0.375നെ ഒരു 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? താഴെ ഈ നമ്പറിൻ്റെ താഴെ 1 എന്നല്ലേ പേര്, അപ്പോൾ അവിടെയും 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്തിനാ 1000 കൊണ്ട് ഇൻറ്റു ചെയ്തത്? നമ്മൾ ആ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഓക്കെ, എന്ത് ചെയ്തു? 0.375 ഇൻറ്റു 1000/1000 കൊടുത്തു. ദാറ്റ് മീൻസ് എന്ത് വരും? 375/1000 എന്ന് വരും. ആണോ? 375/1000. അല്ലെങ്കിൽ നമുക്കിതിനെ എന്തെഴുതാം? 375/10³ എന്ന് എഴുതാം ഇല്ലേ? 10³ അല്ലേ 1000? 10³ എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 10നെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് കൂടി നോക്കാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത്, നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? 375/10³ അല്ലേ? 375/10³ എന്ന് കിട്ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 375 ഇൻറ്റു, ഇനി ഇതിന് നമ്മുടെ കോഫാക്ടേഴ്സിൻ്റെ കോപ്രൈം നമ്പേഴ്സിൻ്റെ ഇതായിട്ട് എഴുതുവാണെങ്കിൽ, പ്രോഡക്റ്റായിട്ട് എഴുതുവാണെങ്കിൽ എന്ത് ചെയ്യാം? 375 എന്ന് പറയുമ്പം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. 375 ചെയ്യുമ്പോൾ എത്ര വരും? 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ? 1 ടൈം, ഇവിടെ 2 ടൈം, 15ൽ 5 ടൈം. ഇനിയെല്ലാം 5 പറ്റുള്ളൂ. 5ൽ 2 ടൈം, 2, 25ൽ 5. ഇവിടെ എന്ത് വരും? 5 ഇല്ലേ? അപ്പോൾ എന്താ വരിക? ഈ 375നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 ടൈം 5 3 ടൈംസ് 3 ഇൻറ്റു 5³ എന്ന് എഴുതാം. ബൈ ഈ 10³ എന്ത് എഴുതാമെന്നോ? 2³ ഇൻറ്റു 5³ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അത് 10³ തന്നെയല്ലേ വരിക? 2³ ഇൻറ്റു 5³. അപ്പോൾ എന്ത് വരും? 10³. ഈ 5³ കട്ടായി പോകും. ബാക്കി എന്ത് കിട്ടും? 3/8 എന്ന് കിട്ടും ഇല്ലേ? അപ്പോൾ നമ്മുടെ സിംപ്ലിഫൈഡ് ഫോമിൽ നമ്മുടെ 375.375 എന്നുള്ളതിനെ എങ്ങനെ ഒരു റാഷണൽ നമ്പറാക്കി എഴുതാം? അതാണ് നമ്മളിപ്പോൾ കണ്ടത്. 0.375നെ മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 375/10³ എന്ന് കിട്ടും. 375/1000 എന്നുള്ളത് 375/10³ എന്നായി. ഇനി ഈ 375നെ ഫാക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം. കോപ്രൈമായിട്ട് എഴുതാം, ഇൻറ്റു അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. അതുപോലെ തന്നെ 10³ 2³ ഇൻറ്റു 5³ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 3/8 ആണെന്ന് കിട്ടും ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഡെസിമലിനെ ഒരു റാഷണൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു.
ഇനി അടുത്തൊരു തിയറമാണ് പറയുന്നത്. തിയറത്തിന് നമ്മൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എന്താണ് തിയറം എന്ന് പറയുമ്പോൾ, ലെറ്റ് എക്സ് ബി എ റാഷണൽ നമ്പർ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണെന്ന് ഇരിക്കട്ടെ. അത് എങ്ങനെയുള്ള റാഷണൽ നമ്പറാണ്? ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള റാഷണൽ നമ്പറാണ്. ആൻഡ് ദാറ്റ് ഈസ് വി ക്യാൻ എക്സ്പ്രസ് ദിസ് എക്സ് ആസ് പി ബൈ ക്യൂ ഫോം. പി ബൈ ക്യൂ ഫോം വേർ പി ആൻഡ് ക്യൂ ആർ കോപ്രൈം. മീൻസ് എന്താ? ഈ 2ഉം 5ഉം പോലെ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. 1 മാത്രമേ പിന്നെ അതിനകത്ത് എന്തുള്ളൂ? ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. കോപ്രൈം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. അപ്പോൾ 2ലും 5ലും 1 മാത്രമേ ഉള്ളൂ ഫാക്ടേഴ്സ്. അങ്ങനെയുള്ള ഫാക്ടറിൻ്റെ ഫോമിൽ പി ബൈ ക്യൂ ഫോമിൽ റൈറ്റ് ചെയ്യുന്നു. ഇനി ആൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ക്യൂ ഈസ് ഓഫ് ദ ഫോം 2 റൈസ് ടു n and 5 റൈസ് ടു m. n and m are the non-negative integers. അപ്പോൾ എന്താ പറഞ്ഞത്? ലെറ്റ് എക്സ് ബി എ റാഷണൽ നമ്പർ. എക്സ് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്. എങ്ങനെയാണെങ്കിലാണ് എക്സ് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു എന്താ റാഷണൽ നമ്പറാണ് എക്സ്. ദാറ്റ് വി ക്യാൻ റിട്ടേൺ ആസ് പി ബൈ ക്യൂ ഫോം. ദെൻ എന്താണെന്ന്? പി ആൻഡ് ക്യൂ ആർ ദ കോപ്രൈംസ്. then q is of the form 2 raised to n 5 raised to m. അല്ലേ? നമ്മുടെ നേരത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? 0.375. നമ്മളതിനെ 375/1000 എന്ന് എഴുതി. അതിനെ തന്നെ എന്തെഴുതി? 1000 എന്ന് വെച്ചാൽ 10 ക്യൂബാണ്. അപ്പോൾ അതിനെ നമ്മൾ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എന്ന് എഴുതിയില്ലേ? അത് തന്നെയല്ലേ ഇവിടെയും പറഞ്ഞത്? 2 റൈസ് ടു n 5 റൈസ് ടു m എന്ന് അല്ലേ? അപ്പോൾ ഇതൊരു തിയറമാണ്. തിയറം എന്താ പറയുന്നത്? ഒരു റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്ന ക്യൂ, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ, എന്ത് ഫോമിലായിരിക്കും? 2 റൈസ് ടു n 5 റൈസ് ടു m ഫോമിലായിരിക്കും. അതായത് നമുക്കിതിൻ്റെ ഡിനോമിനേറ്ററിനെ 2 റൈസ് ടു n 5 റൈസ് ടു m ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രം ഇതെന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ടൈപ്പിലുള്ള ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ തിയറം. ടെർമിനേറ്റിംഗ് ടൈപ്പിലാണ് നമ്മൾ പറഞ്ഞില്ലേ റാഷണൽ നമ്പർ 2 ടൈപ്പ് ഉണ്ടെന്ന്. ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിങ്ങും ഇല്ലേ? ടെർമിനേറ്റിംഗ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള വഴി എന്താ? നമ്മൾ റാഷണൽ നമ്പർ എഴുതുമ്പോൾ റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്ററിനെ 2ൻ്റെ പവർ ഇൻറ്റു 5ൻ്റെ പവർ അങ്ങനെ എഴുതാൻ പറ്റണം. എന്താ? 2ൻ്റെ പവർ ഇൻറ്റു 5ൻ്റെ പവർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റിയാൽ ദാറ്റ് റാഷണൽ നമ്പേഴ്സ് ആർ ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്കപ്പോൾ ടെർമിനേറ്റിംഗ് ആണോ ഇല്ലയോ എന്നറിയാനായിട്ട് അത് അങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇതെന്താ? ഇത് ടെർമിനേറ്റിംഗ് ആണ്. 0.375 എന്നുള്ളത് ടെർമിനേറ്റിംഗ് ആണ്. കാര്യം എന്താ? അതിൻ്റെ താഴെയുള്ള ക്യൂവിന് നമുക്ക് 2 റൈസ് ടു 3 5 റൈസ് ടു 3 എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ അതെന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. അതായത് നമ്മൾ ലാസ്റ്റ് കിട്ടിയ ആൻസർ 3/8. 3/8 എന്നുള്ളത് ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ 7/, ഇങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് വെച്ചോളൂ. 7/80. ഈ 7/80 എന്നുള്ളത് ഒരു ടെർമിനേറ്റിംഗ് ആണോ ഇല്ലയോ? ഈ 80 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നോക്കണം ആദ്യം. 80 നമുക്ക് എങ്ങനെ എഴുതാം? 2 കൊണ്ട് ചെയ്യാം 40, 2 കൊണ്ട് ചെയ്യാം 20, 2 കൊണ്ട് ചെയ്യാം 10, 2 കൊണ്ട് ചെയ്യാം 5. അപ്പോൾ എന്തെഴുതാം? 2 റൈസ് ടു 7/2 റൈസ് ടു 4 ഇൻറ്റു 5 എന്ന് എഴുതിക്കൂടെ? 2 റൈസ് ടു 4 ഇൻറ്റു 5. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇനി 5 എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതിനെ ഒരു അല്ലാത്തൊരു നമ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 5 ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടി സെയിം നമ്പർ ആക്കണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇവിടെ സെയിം നമ്പർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 5 ക്യൂബ് കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? രണ്ട് സൈഡിലും 5 ക്യൂബ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഡെസിമൽ എന്ത് കിട്ടും? ഇവിടെ 5 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 25 125. 125 ഇൻറ്റു 7 എത്രയാണ്? 125 ഇൻറ്റു 7 എന്ന് പറയുന്നത് 875 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 875/2 റൈസ് ടു 4 10 റൈസ് ടു 4 എന്ന് വരും അല്ലേ? എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 0.875 എന്ന് കിട്ടി. അതാണിപ്പോൾ ഈ റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ. റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെ കിട്ടും?
7/80 എന്നുള്ളതായിരുന്നു നമ്മുടെ നമ്പർ. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഈ 80 എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 2⁴ 5 എന്നാണ് കിട്ടിയത്. അപ്പോൾ 2⁴ 5 എന്നുള്ളതിനെ സെയിം നമ്പർ ആക്കാൻ വേണ്ടി നമ്മളൊരു 5³ കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 5³ ഇവിടെ 5⁴ വന്നു. ഇനി 875/10⁴ എന്ന് എഴുതാം. 10⁴ എന്ന് എഴുതണമെങ്കിൽ ഈ 5ൻ്റെ പവർ 4 ആവണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ 5³ കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്താൽ മനസ്സിലായില്ലേ. അപ്പോൾ 875/10⁴ എന്ന് വരും. സോ ഇറ്റ് ഈസ് 0.0875. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റാഷണൽ നമ്പർ. നമുക്ക് എന്ത് കിട്ടും, ഇത് ടെർമിനേറ്റിംഗ് ആണെന്ന് കിട്ടും. ഇങ്ങനെയാണ് ഒരു റാഷണൽ നമ്പറിനെ എന്താക്കുന്നത്, അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷനാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇക്വലൻ്റ് റാഷണൽ നമ്പറിനെ ഡെസിമൽ എക്സ്പാൻഷനാക്കാനും P/Q ഫോമിനെ ഇങ്ങനെ ആക്കാനും പറ്റും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഒരു തിയറം കൂടി പറയാം. ലെറ്റ് x ഈസ് ഈക്വൽ ടു P/Q ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ സച്ച് ദാറ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് Q ഈസ് ഇൻ ദ ഫോം 2⁻n and 5⁻m ആണെങ്കിൽ ദാറ്റ് റാഷണൽ നമ്പർ വിൽ ടെർമിനേറ്റ്. എന്താ, നമ്മൾ P/Q ഫോമിലുള്ള ഒരു റാഷണൽ നമ്പർ എടുക്കുന്നു, P/Q ഫോമിൽ എഴുതുന്നു. P/Q ഫോമിൽ എഴുതുമ്പോൾ Q ഈസ് ഇൻ ദ ഫോം 2⁻n 5⁻m ആണിട്ട് എഴുതാൻ പറ്റിയാൽ വിച്ച് മീൻസ് ദാറ്റ് ആ റാഷണൽ നമ്പർ എന്താണ്, ടെർമിനേറ്റിംഗ് ആണ്. അതാണ് നെക്സ്റ്റ് തിയറം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ 1.6 ആയിട്ട് കിടപ്പുണ്ടേ. ഇനി നമുക്ക് റാഷണൽ നമ്പറിൻ്റെ 2 കേസ് നമ്മൾ പറഞ്ഞു. എന്താ, ടെർമിനേറ്റിങ്ങും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിങ്ങും. 10/3 പോലെ വരുന്നത് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ 1/7 ആണെന്ന് വെച്ചോ. 1/7 ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 1/7 നമുക്ക് 1/7 നമ്മൾ ചെയ്യുന്നത് എത്ര, 0.1 ടൈം ഇല്ലേ, 0.1 ടൈം 7 3 30 4 time 28 2 20 2 time 14 6 60 8 time ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പുതിയ നമ്പറുകളല്ലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1 4 2 8 5 7 1 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പുതിയ നമ്പറുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറിനെ എന്താ പറയാൻ പറ്റുക, ഇത് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് പറയും, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ്. റിപ്പീറ്റും ചെയ്യുന്നില്ലല്ലോ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, 3.333 പോലെ വന്നില്ലേ 10/3, അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ടെർമിനേറ്റ് ചെയ്യുമോ, അതുമില്ല. അപ്പോൾ അതാണ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ്. ഇങ്ങനെയുള്ള നമ്പേഴ്സുകൾ എന്തായിരിക്കും, ഉറപ്പായിട്ടും ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ 1.7 വീണ്ടും എന്തുണ്ട്, ഒരു തിയറം ഉണ്ട്. എന്താ, x is equal to P/Q be a rational number such that prime factorization of Q is not in the form of 2⁻n 5⁻m where n and m are the non-negative integers, then x has a decimal expansion which is non-terminating and repeating, non-terminating and repeating. എന്ന് പറയുമ്പോൾ ദ എക്സ്പാൻഷൻ ഓഫ് എവരി റാഷണൽ നമ്പർ ഈസ് എയ്തർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അത് വീണ്ടും വേറെ രീതി പറഞ്ഞതേ ഉള്ളൂ. അതായത് P/Q ഫോമിൽ എഴുതുമ്പം Qവിനെ 2⁻n 5⁻m എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റിയാൽ മാത്രമേ എന്താവുള്ളൂ, ഇത് റാഷണൽ നമ്പർ ആവുള്ളൂ. അത് റാഷണൽ നമ്പർ, ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആവുള്ളൂ. അത്രയാണ് അപ്പം നമ്മുടെ തിയറം. ഓക്കെ, ആ ചാപ്റ്റർ തന്നെ അത്രയാണ്. ഇനി നമുക്കത് 1.4 കുറച്ച് 1-2 ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. എക്സസൈസ് നമ്പർ 1.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13/3125. ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് വിൽ ഹാവ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഇതൊന്നും ചെയ്യാതെ തന്നെ എന്ത് ചെയ്യണം, ആക്ച്വലി ലോങ് ഡിവിഷൻ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യണം, ഇതിനകത്ത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യണം. എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, നമ്മളിപ്പോൾ പഠിച്ച തിയറം വെച്ചിട്ട് ചെയ്യാമല്ലോ. എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കണം ആദ്യം. എന്നിട്ട് 2⁻m 5⁻m ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. 3125നെ എന്ത് ചെയ്യാം, 5 വെച്ചിട്ട് ചെയ്തോട്ടെ. അപ്പോൾ 6 ടൈംസ് അല്ലേ, 6 ഇവിടെ റിമൈനിങ് ഉണ്ടായിരുന്നു 2, ഇവിടെ 25 625നെ 5 കൊണ്ട് ചെയ്തിട്ട് എന്ത് കിട്ടും,
1 0 25 5 അല്ലേ. ഇനി 5 വെച്ച് ചെയ്താൽ എന്ത് പറ്റും? ഇവിടെ 6 1 12 ആയിരുന്നു, 2 ആയിരുന്നല്ലേ, സോറി ഇവിടെ എന്ത് വരും? 125 അല്ലേ വരും, 125. ഇവിടെ എന്ത് വരും? 2 ടൈംസ് 25. ഇവിടെയോ 5 5 ഇല്ലേ. ഇതിനെ ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 13/5 എന്ന് എഴുതാം. 13/5. ഇപ്പോൾ നമുക്ക് 2ൻ്റെ ടേമിനെ ഒന്നുമില്ലാത്ത കാരണം 2⁻0 എന്ന് എഴുതാൻ പാടില്ലേ? 2⁻0 എന്താ? 2⁻0 എനി നമ്പർ റൈസ് ടു 0 എന്തായിരിക്കും? 1 ആയിരിക്കും ഇല്ലേ. എനി നമ്പർ റൈസ് ടു 0 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തെഴുതാം? 5⁵ ഇൻറ്റു 2⁻0 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ? ഇതിനെ ആ ഫോമിൽ എഴുതാൻ പറ്റും. സോ ഇവിടുത്തെ എന്നും എമ്പും എന്തായിരിക്കും? n ഈസ് ഈക്വൽ ടു 0, m ഈസ് ഈക്വൽ ടു 5. 5ൻ്റെ പവർ അല്ലേ എന്താ? m. അപ്പോൾ n ഈസ് ഈക്വൽ ടു 0 ആൻഡ് m ഈസ് ഈക്വൽ ടു 5 ആവും. സോ ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്. അപ്പോൾ എക്സസൈസ് നമ്പർ 1.4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 13/3125 ഇത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുക വിത്തൗട്ട് ലോങ് ഡിവിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ആ 3125 ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് ഫാക്ടേഴ്സ് ആക്കി എഴുതാം. ഫാക്ടേഴ്സ് ആക്കി എഴുതുമ്പോൾ 5⁵5 എന്ന് കിട്ടും. അപ്പോൾ അത് 5⁵5 ഇൻറ്റു 2⁻0. സോ എന്ത് വരും? ഈ 5⁵5 എന്നുള്ളതിന് അങ്ങനെ എഴുതാം. 2ൻ്റെ പവർ ഒന്നും ഇല്ല, അത് കാരണം നമുക്ക് 2⁻0 എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ടേംസ് ഓഫ് 2⁻n 5⁻m. സോ എന്ത് പറയാം? ദിസ് ഈസ് എ ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയും ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ഡൗൺ the decimal expansion of those rational number in question number above which is terminating decimal expansion. അപ്പോൾ terminating decimal expansion ഉള്ളതിൻ്റെ ഡെസിമൽ നമ്പേഴ്സും കൂടി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്യാവേ. ഇതിപ്പോൾ എക്സസൈസ് നമ്പർ 1.4 തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ടെക്സ്റ്റ് നോക്കണേ. ടെക്സ്റ്റ് പേജ് നമ്പർ 17 ആണ്. പേജ് നമ്പർ 17 1.4. അതുപോലെ തന്നെ പേജ് നമ്പർ 18 സെക്കൻഡ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതിനകത്ത് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള എല്ലാം ഡെസിമലാക്കി ടെർമിനേറ്റിംഗ് ആണെങ്കിൽ, ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടുന്ന നമ്പറെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക? അതിൻ്റെ ഡെസിമൽ എഴുതുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കിട്ടിയത്. 5 ഇൻറ്റു 5⁵5 ഇൻറ്റു 2⁻0. ഇനി ഇതിനെ നമുക്ക് എന്താവണം? ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ആക്കി എഴുതണം. എന്താണ് ഇവിടെ കുറവുള്ളത്? 10 ആക്കണമെങ്കിൽ എന്തിൻ്റെ കുറവുണ്ട്? ഒരു 2⁵5ൻ്റെ കുറവുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2⁵5 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യാം. 2⁵5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നറിയോ? 13 ഇൻറ്റു 2⁵5 32. അപ്പോഴെന്ത് വരും? 416 എന്ന് വരും കേട്ടോ. ഇൻറ്റു ചെയ്ത് നോക്കണേ. അപ്പോൾ 416 എന്ന് വരും ബൈ ഇവിടെ എന്തെഴുതാം? 10⁻5 എന്ന് എഴുതാം അല്ലേ. 10⁻5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഡിജിറ്റ് മാറ്റിയിടണം. 0 6 1 4 ഇപ്പോൾ 0. അപ്പോൾ 00416 എന്ന് വരും. ഏതാ? എടാ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് വെച്ചിട്ട് വേണം ഈ വീഡിയോയുടെ ഈ പാർട്ട് കാണാൻ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ഒരു റാഷണൽ നമ്പർ തന്നിട്ടുണ്ട്. അതിനെ ടെർമിനേറ്റിംഗ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ എന്താണ്? അതിൻ്റെ ക്യൂ, അതായത് ഡിനോമിനേറ്ററിനെ 2⁻m 2⁻n 5⁻m ഫോമിൽ എഴുതാൻ പറ്റണം. അങ്ങനെ പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? അങ്ങനെ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഡെസിമൽ എക്സ്പാൻഷൻ കാണണം. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡെസിമൽ എക്സ്പാൻഷനാണിത്. അതെന്താ ചെയ്യേണ്ടത്? നമുക്ക് 13/5⁵5 2⁻0 എന്നായിരുന്നു കിട്ടിയത്. അപ്പോൾ എന്തിൻ്റെ കുറവുണ്ട്? ഒരു 2⁵5 കൂടെ ഉണ്ടെങ്കിൽ 10⁻5 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് 2⁻5ൻ്റെ മുകളിലും താഴെയും നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 416/10⁻5 എന്ന് വന്നു ഇല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 10⁻5 എന്ന് പറഞ്ഞാൽ 5 പൊസിഷൻ ബാക്കിലേക്ക് പോയിന്റ് ഇടണം എന്നല്ലേ. അപ്പോൾ നമുക്ക് ഇതാക്കണ്ട പോയിന്റ് ഇട്ടത് 5 പൊസിഷൻ ബാക്കിലേക്ക് പോയിന്റ് ഇട്ടു. മനസ്സിലായല്ലോ?
എക്സസൈസ് നമ്പർ 1.4 തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 17/8 ആയിരുന്നു. ഈ 8ന് നമ്മൾ ഇനി എന്ത് ചെയ്യണം? 2^4 2n 5m ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. 8നെ എന്ത് ചെയ്യാം? 2 ക്യൂബ് അല്ലേ? ഇനി അങ്ങനെ ചെയ്യണ്ടല്ലോ. 2 ക്യൂബ് അല്ലേ 8? അപ്പോൾ എന്ത് വരും? 17/2 ക്യൂബ് എന്ന് എഴുതാം ഇല്ലേ? അപ്പോൾ 5ൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5^0 എന്നും കൂടെ എഴുതാം നേരത്തെ പോലെ. അപ്പോൾ ആയില്ലേ? അപ്പോൾ 2n 5m ഫോമിൽ എഴുതാൻ പറ്റിയില്ലേ? സോ എന്താണിത്? ടെർമിനേറ്റിംഗ് ആണ്. ഇനി എന്താ പറഞ്ഞ്? ടെർമിനേറ്റിംഗ് ആവുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഡെസിമൽ എക്സ്പാൻഷൻ വേണമെന്ന് പറഞ്ഞില്ലേ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ? അതും കൂടെ അങ്ങ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ടെർമിനേറ്റിംഗ് ആണെന്ന് കിട്ടി. ഇനി 17/2³ ഇൻറ്റു 5 ക്യൂബും കൂടെ ഉണ്ടെങ്കിൽ 10 ക്യൂബ് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെയും കൂടി ഒരു 5 ക്യൂബ് കൊണ്ട് ഇൻറ്റു ചെയ്യാം ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ഇനി ഇവിടെ ഇത് എത്ര വരുന്നോ? 17 × 5³ എന്ന് വെച്ചാൽ ഇൻറ്റു ചെയ്ത് നോക്കണം. 2125 വരും. ബൈ ഇവിടെ എന്ത് എഴുതാം? 10 ക്യൂബ് എന്ന് എഴുതാം. സോ എത്ര? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 പൊസിഷൻ 2.125 ആണ് അതിൻ്റെ ആൻസർ. 2.125. ഓക്കെ, അതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കണം കേട്ടോ എത്രയാണ്. അപ്പോൾ എന്താ എക്സസൈസ് നമ്പർ 1.4 ആൻസറും നമ്മൾ കിട്ടി. ബാക്കിൽ അങ്ങനെ ഒന്ന് നോക്കിക്കോട്ടെ. 1.4 ആൻസർ എത്രയാണ്? 1.4 നമ്മൾ ഏതാണ് ചെയ്തത്? ഓക്കെ, 125 കറക്റ്റാണേ. കറക്റ്റ് ആൻസർ 2.125. അപ്പോൾ എന്താണ്? നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ആൻസർ ഉണ്ട് അറിയില്ലേ? നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ബാക്കിൽ തന്നെ ആൻസർ ഉണ്ട്, കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഓർത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലുള്ള ഡൗട്ട്, ഇപ്പോൾ ചിലത് മനസ്സിലാവുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യണമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പോർഷൻ എക്സ്ട്രാ വേണമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. എങ്ങനെ പറയാം? എടാ ഇതിൻ്റെ നമ്പർ കാണുന്നില്ലായിരുന്നു. ഇതിൻ്റെ ആൻസർ 2.125 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഒരു ടെലിഗ്രാം ചാനലുണ്ട്. നമുക്കൊരു ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ടെലിഗ്രാം ആപ്പുണ്ട്. ടെലിഗ്രാം ആപ്പിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ടെലിഗ്രാം ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ആ ലിങ്കിൽ കയറുക. അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ വരും നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും എന്നോട് ഡൗട്ട് ചോദിക്കാം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാം. അതിനകത്ത് എനിക്ക് വോയിസ് മെസ്സേജോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുക. അല്ലാതെ യൂട്യൂബിൻ്റെ കമൻസിലൊന്നും നമുക്ക് അത്രയും ഡൗട്ടൊന്നും പറയാൻ പറ്റില്ല. സോ നമുക്ക് ടെലിഗ്രാം ആപ്പിൽ കൂടെ ഡൗട്ട് ക്ലിയറിങ് ചെയ്യാം. ഡൗട്ട് ക്ലിയർ എന്നുള്ളവർ അങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.